ഫ്ലിപ്കാർട്ടിനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ബുക്കിന്റെ റിവ്യൂ എന്ന് പറയുന്നത് ആൻഡ്രാമിന്റെ ഡയറി ബുക്കുകൾ എന്ന ബുക്കിനെ പറ്റിയിട്ടാണ്. ഞാനങ്ങനെ വലിയ രീതിയിൽ ബുക്ക് വായിക്കുന്ന ഒരാളൊന്നല്ല. ഒരു സമയത്ത് സമയം കൊല്ലാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ പോയി ഇരിക്കുകയും അവിചാരിതമായിട്ട് കണ്ട് ആ ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് മഹായുദ്ധ കാലത്ത് എങ്ങനെയായിരുന്നു ജനജീവിതം എന്ന് നമുക്ക് കാട്ടി തന്ന ഒരു ബുക്കാണ്. അതായത് യുദ്ധം എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മനുഷ്യജീവനെ എങ്ങനെ ബാധിക്കുന്നു എന്ന ആ ഒരു പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു പുസ്തകം എഴുതിയത് വെറും ഒരു 13 വയസ്സുള്ള ഒരു കൗമാരക്കാരിയാണ്. അവളുടെ ചിന്തകള്, അവളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങള്, അവളുടെ പ്രണയം, അവളുടെ ദുഃഖം, സങ്കടം, സന്തോഷം അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ആ ബുക്കിൽ കാണാനായിട്ട് സാധിക്കും. തന്റെ 15ാമത്തെ വയസ്സിൽ നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത് പോലെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാക്കിയ ഒരു കുട്ടിയായിരുന്നു. അവൾ 15ാമത്തെ വയസ്സിൽ നാസിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ക്രൂരമായി മരിക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ ഒരു 8 ജീവിതങ്ങളുടെ എങ്ങനെയാണ് അവരൊരു അടച്ചിട്ട മുറിയിൽ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു ഒളിസങ്കേതത്തിൽ എങ്ങനെ അവർ 2 വർഷം ജീവിച്ചു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് തരുന്ന ഒരു പുസ്തകമാണ് ആൻഡ്രാമിന്റെ ഡയറി ബുക്കുകൾ. നമുക്ക് ആദ്യം ആരായിരുന്നു എന്ന് നോക്കാം. 1929 ഓട്ടോ ഫ്രാൻ എഡ്ഫ്രാൻ ദമ്പതികളുടെ മകളായിട്ടായിരുന്നു ആനിന്റെ ജനനം. അവൾക്ക് ഒരു മൂത്ത സഹോദരി ഉണ്ടായിരുന്നു, മാർഗോട്ട്. ഈ മാർഗോട്ട് എന്ന് പറയുന്ന ചേച്ചിയെ പറ്റിയിട്ട് ആന്റെ ഈ ഡയറി ബുക്കുകളിൽ നമുക്ക് പലപ്പോഴും കാണാം. കാരണം അസൂയയോടെ കുറച്ച് കുശുമ്പോടും കൂടിയാണ് ആൻ ചേച്ചിയെ പറ്റി എഴുതുന്നത്. കാരണം അമ്മ പലപ്പോഴും ആനിനെ ചേച്ചിയെ പോലെ ആകാൻ പ്രേരിപ്പിക്കും. അപ്പം ആനത് ഇഷ്ടമല്ല. നമ്മൾ ഈ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ കാഴ്ചപ്പാട് ആ ഒരു കൊച്ചു കുട്ടിയിൽ നമുക്ക് ആ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ അവരുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളാവട്ടെ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അടച്ചിടേണ്ടത്, കാരണം ജൂതന്മാരെ എങ്ങനെ നാസികൾ കൊല്ലുന്നു എന്നൊക്കെ ഒരു കൊച്ചുകുട്ടിയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ മെച്ചൂരിറ്റി നമുക്ക് ആ കുട്ടിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവര് ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്നത് ഫ്രാങ്ക്ഫോർട്ടിലായിരുന്നു. പക്ഷേ നമുക്കറിയാം അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഒരു ക്രൂരനായ മനുഷ്യൻ, അയാൾ 1933 ജർമ്മനിയിലെ ചാൻസലറായിട്ട് നിയമിക്കപ്പെട്ടു. അപ്പം പുള്ളിക്ക് ഏറ്റവും വിരോധമുള്ള ഒരു വംശമായിരുന്നു ഈ ജൂതന്മാർ. അപ്പൊ എങ്ങനെയെങ്കിലും അവരെ കൊന്നൊടുക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. അപ്പൊ അതിനായിട്ട് അവർ രാഷ്ട്രീയപട ജൂതന്മാരെ കണ്ടുപിടിക്കുന്നു. വളരെയധികം ക്രൂരമായിട്ടാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജൂതന്മാർക്ക് അവസ്ഥകൾ നേരിടേണ്ടി വന്നത്. അപ്പോൾ ഓട്ടോ ഫ്രാനിന് മനസ്സിലായി കുട്ടികളുമായിട്ട് ഇവിടെ നിന്നാൽ ശരിയാകില്ല. അതുകൊണ്ട് അവര് ആംസ്റ്റർഡാമിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 7 വർഷക്കാലം ആന്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ആംസ്റ്റർഡാമിൽ വെച്ച് താമസിക്കുമ്പോൾ. പക്ഷേ 1934